ഇരിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് ആക്ച്വലി മനുഷ്യനെ കുറിച്ച് തന്നെയാണ്. പക്ഷേ എബ്രായ ലേഖനത്തിലോട്ട് വരുമ്പോൾ അതും യേശുവുമായിട്ടുള്ള കണക്ഷൻ പൗലോസ് അപ്പോസ്തലൻ കാണിച്ചിരിക്കുക. പക്ഷേ ഈ മനുഷ്യനെ കുറിച്ച് ശരിക്കും നോക്കി, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അണിയിക്കാൻ പോകുന്നല്ല, അത് ഓൾറെഡി സങ്കീർത്തനങ്ങൾക്കകത്ത് എഴുതിയിരിക്കുന്നത്. അന്ന് നമ്മുടെ ആക്ച്വലി പുതിയ നിയമമായിട്ട് പോലുമില്ല, പക്ഷെ ഓൾറെഡി ഒരു പ്രവചനം എഴുതിയിരിക്കുക, തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു, ദൈവത്തെക്കാളും അല്പം മാത്രം താഴ്ത്തി. ഞാൻ ഈ പുതിയ നിയമത്തിൽ വന്ന് സംഭവിച്ച കാര്യം, യേശു എൻ്റെ ഉള്ളിലിരിക്കുക, യേശു ക്രിസ്തുവിലുള്ള സകല കാര്യങ്ങളും എന്നിൽ കൂടെ വെളിപ്പെടും. യേശു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ഞാനിപ്പോൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനേക്കാളും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഇപ്പം ലോകത്തിൻ്റെ ഒരു സിസ്റ്റം പറയാം. ഒരു മാർഷൽ ആർട്ട് അറിയാവുന്ന ഒരു വ്യക്തി, ഒരു കരാട്ടെ ആകട്ടെ എന്തായിക്കോട്ടെ, അവർ തങ്ങളുടെ ശിഷ്യന്മാരെ എന്തെങ്കിലും പഠിപ്പിക്കുവാണെങ്കിൽ ഒരു പടി താത്തിയെ പഠിപ്പിക്കത്തുള്ളൂ, വലിയ കാര്യങ്ങൾ അവരുടെ കൈ വെക്കും. എൻ്റെ ഫാദർ ഈ കളരി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, കളരി. എൻ്റെ ഫാദർ കളരി പഠിച്ചിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ കുറച്ച് ബുക്കുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ഞാനിങ്ങനെ പഠിച്ച സമയത്ത് പറഞ്ഞതാണ്, ഒത്തിരി അടവുകളുണ്ട്. എനിക്കൊന്ന് 18 അടവുകളുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാ അടവുകളും ശിഷ്യന്മാരെ പഠിപ്പിച്ച് ചില കാര്യങ്ങൾ സീക്രട്ടായിട്ട് അവർ കൈവെക്കും. കാര്യം അവർ ഗുരുക്കന്മാരായിട്ട് നിൽക്കണമെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കത്തില്ല. പണ്ടൊരു കെമിസ്ട്രി പ്രൊഫസർ ഞങ്ങളെ ഒരു തിയറി പഠിപ്പിക്കുക, കുറേ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞു തരത്തില്ല, അത് പറയുവാണെങ്കിൽ നിങ്ങൾ എന്നേക്കാളും മുകളിലായി പോകും. പക്ഷെ യേശു പറഞ്ഞ കാര്യം, നിങ്ങൾ എന്നേക്കാളും വലിയ കാര്യം ചെയ്യും. ഇതാണ് ദൈവം. എന്നിൽ കൂടെ കർത്താവ് വെളിപ്പെടും. യേശുവിൽ കൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, വലിയ കാര്യങ്ങൾ. അപ്പൊ കർത്താവ് നമ്മളെ അതിനു വേണ്ടി ആറല പോലും താന്നു പോകരുത്, അതുകൊണ്ട് തേജസ്സും കൂടെ അണിയിച്ചിരിക്കുക. ഇനിയും